10-ാം ദിവസവും തുടർച്ചയായ 10-ാം ദിവസവും ഇറാനെതിരായ ആക്രമണം അമേരിക്ക വ്യാപകമായി തുടരുകയാണ്. കുവൈറ്റിലും ബഹ്റൈനിലും യുഎസിന്റെ സൈനിക കേന്ദ്രങ്ങളിൽ തിരിച്ചടിച്ചാണ് ഇറാന്റെ പ്രത്യാക്രമണം. പക്ഷേ അതിന് രൂക്ഷത അല്പം കുറഞ്ഞ മട്ടമുണ്ട്. ഒമാനിലെ ലിമാ തീരത്തിന് സമീപം ഹോർമുസ് കടലിടുക്കിൽ ടാങ്കറിൽ മിസൈൽ പതിച്ചു എന്ന ഗൗരവതരമായ ഒരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർ കാണണം. മിസൈലുകൾ ഇങ്ങനെ കുതിച്ചു പായുന്ന ദൃശ്യങ്ങൾ, പല സ്ഥലങ്ങളിലും വലിയ നാശനഷ്ടമുണ്ടാക്കുന്ന ദൃശ്യങ്ങൾ. യുദ്ധഭീതി ഇരട്ടിയാക്കി സൗദി അറേബ്യക്കെതിരെ നാവിക ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഹൂതികൾ. ഇറാന്റെ പിന്തുണ ഹൂതികൾക്കുണ്ട്. നമുക്കറിയാം, ഹൂതികളുടെ നാവിക ഉപരോധം ആഗോള എണ്ണ വ്യാപാരത്തിനെ 10% പുറകോട്ടടിക്കുമെന്നാണ് ഇപ്പോൾ കണക്കുകളായി പുറത്തു വരുന്നത്. ആ ദൃശ്യങ്ങൾ ഒന്ന് കാണാം പ്രേക്ഷകർക്കായി. വിവിധ കേന്ദ്രങ്ങളിലാണ് ഇത്തരം വലിയ ആക്രമണങ്ങൾ തുടർച്ചയായ 10-ാം ദിവസവും നടക്കുന്നത്. പക്ഷെ അപ്പോഴും സമാധാന ചർച്ചകൾ ഒരു തരത്തിൽ പുനരാരംഭിക്കാനുള്ള ശ്രമം മധ്യസ്ഥ രാജ്യങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ അതിനോട് അമേരിക്കയും ഇറാനും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ക്രൂഡ് ഓയിൽ വിലയിലും വർധനവും മറ്റും ഉണ്ടാകുന്ന പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. മിസൈലുകൾ ഇങ്ങനെ കുതിച്ചു പായുകയാണ്, ലോക സമാധാനം കെടുത്തിക്കൊണ്ട്. PR കാർത്തിക് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. കാർത്തിക്, 10-ാം ദിവസമാണ് ആദ്യം പറഞ്ഞതുപോലെ ആക്രമണം. 10-ാം ദിവസം നേരത്തെ ആദ്യമൊക്കെ ഇറാനെതിരെ നടത്തിയിരുന്ന ആക്രമണങ്ങൾക്ക് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. മിസൈൽ സംഭരണ കേന്ദ്രങ്ങളും മറ്റുമായിരുന്നു. ഇപ്പോൾ ജനവാസ മേഖലകളിലേക്ക് ഈ ആക്രമണങ്ങൾ പോകുന്ന പശ്ചാത്തലം ഗൗരവതരമാണ്. ഇറാനെ പൂർണ്ണമായും നശിപ്പിക്കുമെന്നുള്ള ട്രംപിന്റെ പ്രഖ്യാപനമുണ്ട്. ഇന്നലെ രാത്രി സംഭവിച്ചത് എന്താണ്? രഞ്ജിത്ത്, 2 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടതിന് വലിയ വില നൽകേണ്ടി വരുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ തുടർച്ചയായ 10-ാം ദിവസം രാത്രിയിലും ഇറാനെ ലക്ഷ്യമാക്കി ശക്തമായ ആക്രമണമാണ് US സെൻട്രൽ കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഈ ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടത് US സെൻട്രൽ കമാൻഡ് തന്നെയാണ് ട്വീറ്റ് ചെയ്തത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. മറ്റൊന്ന്, പ്രധാന നഗരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടും ആക്രമണം നടന്നു. അതായത് തബ്രീസ്, കൊനാരക് അടക്കമുള്ള നഗരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടന്നു. ബന്ദർ അബ്ബാസിൽ ആക്രമണം ഉണ്ടായി. അതോടൊപ്പം തന്നെ കേഷം ഐലൻഡിൽ സ്ഫോടനം ഉണ്ടായി എന്നതടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പ്രധാനമായും US സെൻട്രൽ കമാൻഡ് തന്നെ വ്യക്തമാക്കുന്നത് ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയായിരുന്നു ആക്രമണം എന്നാണ്. അതായത് ഇറാന്റെ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങൾ, അതോടൊപ്പം തന്നെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, ഇതൊക്കെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ആക്രമണമാണ് നടന്നത് എന്നാണ് US സെൻട്രൽ കമാൻഡ് വിശദീകരിക്കുന്നത്. മാത്രമല്ല 10th വേവ് ഓഫ് അറ്റാക്സ് പൂർത്തിയായിരിക്കുന്നു എന്ന് പറയുന്നു. അതായത് വരും ദിവസങ്ങളിലും ആക്രമണം ശക്തമായി തന്നെ തുടരുകയും ചെയ്യും. കഴിഞ്ഞ ദിവസത്തെ ട്രംപിന്റെ പ്രഖ്യാപനത്തിന് ശേഷമാണ് ഈ ആക്രമണം കടുപ്പിക്കുന്നത് എന്നതും സങ്കീർണമായി കാര്യങ്ങളെ എത്തിക്കുന്നു. മറ്റൊന്ന്, ശക്തമായ പ്രത്യാക്രമണമാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നതും ഈ ഘട്ടത്തിൽ കാണണം. കുവൈറ്റ്, ബഹ്റൈൻ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇറാൻ ആക്രമണം നടത്തിയത്. ഇവിടെ US സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. കുവൈറ്റിൽ പ്രധാനമായി അൽ ജാബേദ് എയർബേസിൽ അടക്കം വ്യോമാക്രമണം ഉണ്ടായി എന്നാണ് പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. മറ്റൊന്ന്, അഹമ്മദ് അൽ ജാബർ ബേസിലും അതോടൊപ്പം തന്നെ അലി അൽ സലം എയർബേസിലും, ഈ 2 എയർബേസുകളിലാണ് ആക്രമണം നടത്തിയത് എന്ന് IRGC അവകാശപ്പെടുന്നു. അഹമ്മദ് അൽ ജാബർ ബേസിൽ ആക്രമണത്തിൽ അവിടെ മിസൈൽ പ്രതിരോധ റഡാറുകൾ നശിപ്പിച്ചു എന്നാണ് IRGC അവകാശപ്പെടുന്നത്. FPS 117 ഇത് വലിയ തോതിൽ അമേരിക്ക ഉപയോഗിക്കുന്ന ഒരു റഡാർ സംവിധാനമാണ്. അതായത് വ്യോമ പ്രതിരോധ ഉപകരണങ്ങളുമായി ഒരു ആശയവിനിമയ സംവിധാനത്തിനടക്കം ഉപയോഗിക്കുന്ന റഡാറാണ്. ഇതടക്കം തകർത്തു എന്നാണ് IRGC ഇപ്പോൾ അവകാശപ്പെടുന്നത്. മറ്റൊന്ന്, ആരിഫ് ജാനിലാണ്. അവിടെ കാമിക്കേസ് ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ആക്രമണം നടത്തി എന്നാണ് ഇറാൻ പറയുന്നത്. എന്തായാലും ശക്തമായ ആക്രമണം ബഹ്റിനിലും തുടരുകയാണ്. ബഹ്റിനിൽ മുഹാറക്കിലും അതോടൊപ്പം തന്നെ അൽ റിഫയിലുമാണ് മിസൈൽ ആക്രമണം നടത്തിയത് എന്നുകൂടി IRGC ഈ ഘട്ടത്തിൽ അവകാശപ്പെടുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.